പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ അടിയന്തരാവസ്ഥ. ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലുമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇമ്രാൻഖാൻ തടവിൽ കഴിയുന്ന ജയിലിന് മുന്നിൽ പ്രക്ഷോഭം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പ്രൊവിൻഷ്യൽ അസംബ്ലി അംഗങ്ങളോട് ഇസ്ലാമാബാദിലെത്താൻ നിർദ്ദേശം. അതേസമയം ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കകൾ തുടരുകയാണ്. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. ഇതനുസരിച്ചൊരു വലിയ കലാപത്തിലേക്കൊക്കെ പ്രവർത്തകർ നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായതാണ്. അപ്പോൾ അടുത്ത ബന്ധുക്കളെ അടക്കം ഇമ്രാൻഖാനെ സന്ദർശിക്കാനുള്ള അനുമതിയൊക്കെ പാക് ഭരണകൂടം നൽകിയതുമാണ്. ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്താണ്? രോഹിണി, നിലവിലിപ്പോൾ ഏറ്റവും പുതിയ വാർത്ത നമുക്ക് നൽകാനാകുന്നത് ഈ രണ്ട് പ്രദേശങ്ങളിലും മജിസ്ട്രേറ്റുമാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റാവൽപിണ്ടിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെയുള്ള അഡ്യാല ജയിലിലാണ് ഇമ്രാൻഖാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തടവനുഭവിക്കുന്ന ആ പ്രദേശത്ത് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ആദ്യമായി ആരംഭിച്ചത് തന്നെ അവിടെയാണ്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് നൽകാനാവുന്ന, രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പ്രൊവിൻഷ്യൽ അംഗങ്ങളോടെല്ലാം തന്നെ ഇസ്ലാമാബാദിലെത്താൻ ആവശ്യപ്പെട്ടത് ഖൈബർ പങ്ക്തുൻഖ്വയിലെ മുഖ്യമന്ത്രി സൊഹൈലാണ്. സൊഹൈൽ അഫ്രീദിയാണ്. സൊഹൈൽ അഫ്രീദിയുടെ ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഈ ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിലുള്ളൊരു പ്രക്ഷോഭം ഇസ്ലാമാബാദിലേക്കും വരുന്നേക്കും എന്നൊരു ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കടുത്ത നടപടിയിലേക്ക് പാകിസ്ഥാൻ ഭരണകൂടം പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ സൊഹൈൽ അഫ്രീദി ഇന്നലെ ഈ ജയിലിന് മുന്നിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളും അതുപോലെ തന്നെ ഇമ്രാൻഖാനെ കണ്ടേ തീരൂ എന്ന നിലപാടുകളും അറിയിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. ഈ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് എന്ന് പറയുന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആ പാർട്ടിയാണ് ഇതിൻ്റെ സംഘാടകരെല്ലാം തന്നെ ആകുന്നത്. സ്വാഭാവികമായും ഒരു തിരിച്ചുവരവിനുള്ളൊരു നീക്കം പാകിസ്ഥാനിൽ അവർ നടത്തുന്നുണ്ട്. അതിനും ഒരു പ്രയോജനകരമായ രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ അത് ഉപയോഗിക്കുന്നത് എന്നൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്നൊരു ആശങ്ക സ്വാഭാവികമായും ഭരണകൂടത്തിനുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ ഭരണകൂടത്തിൻ്റെ പല നിലപാടുകളും വലിയ തോതിൽ ജനങ്ങൾക്ക് തന്നെ എതിർപ്പുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ വലിയ തോതിലുള്ള ജനകീയ വികാരം തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട് ഭരണകൂടം എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാൻ ഭരണകൂടം ജനങ്ങളിൽ നിന്ന് അകന്നുപോയൊരു ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാം തന്നെ പിന്തുണ നേടാനുള്ള ശ്രമങ്ങൾ മറ്റു വഴികളിലൂടെ നടത്തുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി, ഇമ്രാൻഖാൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചും അദ്ദേഹം മരിച്ചു എന്ന അഭ്യൂഹങ്ങൾ ഉൾപ്പെടെ പടരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. സഹോദരിമാരെ കാണാൻ അനുവദിക്കുന്നില്ല, അദ്ദേഹത്തെ കാണാൻ അനുവദിക്കുന്നില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരാവസ്ഥയിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതെല്ലാം തന്നെ നിയമവിരുദ്ധമായ നടപടികളാണ് എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഖൈബർ പങ്ക്തുൻഖ്വയിലെ മുഖ്യമന്ത്രി സൊഹൈൽ അഫ്രീദി ഒരു പക്ഷേ വലിയ പ്രക്ഷോഭം നയിക്കാനുള്ള സാധ്യതയും സ്വാഭാവികമായും അദ്ദേഹം അറസ്റ്റിലാവാനുള്ള സാധ്യതയും ഒക്കെ തന്നെയുണ്ട്. അതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.